നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു പാക്ക് പരിചയപ്പെടുത്തി തന്നല്ലോ, മൈലാഞ്ചി നെല്ലിക്കപ്പൊടി ഇരട്ടിമധുരം. അപ്പോൾ അത് നല്ലതാണ്, മുടിക്ക് നല്ല തണുപ്പുണ്ടാവുന്നതാണ്. ആ പാക്കിനോട് കൂടി നമുക്ക് വേണമെങ്കിൽ അല്പം നേരത്തെ പറഞ്ഞ പോലെ താമരയല്ലിയും അതുപോലെ എള്ളും ചേർക്കാം കേട്ടോ. ഈ എള്ള് ചേർക്കുമ്പോൾ എത്രത്തോളമാണോ നമ്മൾ നെല്ലിക്കപ്പൊടി മറ്റുള്ളതൊക്കെ ചേർക്കുന്നത് അതിൻ്റെ പകുതി ചേർത്താൽ മതി കേട്ടോ. മറ്റതെല്ലാം നമുക്ക് സമാസമം എടുക്കാം. ഇപ്പോൾ 3 സ്പൂൺ ആണെങ്കിൽ നമ്മൾ 1.5 സ്പൂൺ എടുക്കാം എള്ള് കേട്ടോ. ഇപ്പോൾ നമ്മൾ 2 സ്പൂൺ നെല്ലിക്കപ്പൊടി ആണെങ്കിൽ 2 സ്പൂൺ ഇരട്ടി മധുരം, അതുപോലെ 2 സ്പൂൺ മൈലാഞ്ചി എടുക്കുക, 1 സ്പൂൺ നെല്ലിക്ക അല്ല എള്ള് നെല്ലിക്ക എള്ളാണ് കേട്ടോ. അപ്പോൾ എള്ള് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ പകുതി മതി. നമ്മളിനി ഗ്രാമിനാണ് എടുക്കണമെങ്കിൽ മറ്റതെല്ലാം 100 ഗ്രാം വീതമാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒന്നിച്ച് പൊടിച്ച് വെക്കാൻ, ഒന്നിച്ച് മിക്സ് ചെയ്തൊക്കെ വെക്കാൻ ആഗ്രഹമുള്ളവർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 100 ഗ്രാം വീതം മറ്റുള്ള ഞാൻ പറഞ്ഞതെല്ലാം എടുക്കുക. ഇരട്ടിമധുരം, നെല്ലിക്കപ്പൊടി, പിന്നെ മൈലാഞ്ചിപ്പൊടി ഇതൊക്കെ എടുക്കുക. 50 ഗ്രാം എള്ളെടുത്താൽ മതി. നമുക്ക് താമരയല്ലി 4 5 എടുക്കാം കേട്ടോ. ഇനി താമരയല്ലി കിട്ടാത്തവർക്ക് താമരപ്പൂ വാങ്ങിച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വല്ല അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ മല കിട്ടുന്നിടത്ത് ചോദിച്ചാലും നമുക്ക് കിട്ടും. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടാണ്. പിന്നെ കൂടാതെ മെൻ്റൽ ടെൻഷൻ വരാം അല്ലേ. നമുക്ക് നമ്മളെ കുറിച്ചിട്ട് ആരെങ്കിലും നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറയാം, അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ചിലപ്പോൾ ചില സംഭവങ്ങളിൽ അല്ലേ. അപ്പോൾ ചിലർക്ക് വിഷമം ഉണ്ടാവാം, ഓഫീസുകളിൽ വിഷമം ഉണ്ടാവാം, സാമ്പത്തികമായിട്ടുള്ള വിഷമം ഉണ്ടാവാം. അങ്ങനെ നമുക്ക് നമ്മൾ മനുഷ്യരാണല്ലോ, പലർക്കും പലതരത്തിലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മെൻ്റലായിട്ട് നമുക്ക് ആ ഒരു ടെൻഷൻ വന്നാൽ നമ്മൾ മുടി കൊഴിച്ചിലിനെ ബാധിക്കും. അപ്പോൾ ഈ ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഈശ്വരനെ അർപ്പിക്കാം. ഭഗവാൻ എല്ലാം ഉണ്ട് അല്ലേ, എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളെ ചവിട്ടി താഴ്ത്തായിരിക്കാം ആൾക്കാർ അല്ലേ, നാളെ നമുക്ക് അതിന് എന്തായാലും ഒരു ഉയർച്ച ഉണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതാത് ദിവസം ഇപ്പോൾ എല്ലാ ദിവസവും എല്ലാവർക്കും നല്ലതാവണമെന്നില്ല അല്ലേ. ഒരു ദിവസം ഓരോരുത്തർക്ക് നല്ലതായിരിക്കാം, പിറ്റേ ദിവസം ചിലപ്പോൾ മോശമായിരിക്കാം അല്ലേ. അതിപ്പോൾ എങ്ങനെ നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, നമ്മളെപ്പോഴും എന്ത് കാര്യമുണ്ടെങ്കിലും ഭഗവാനിലേക്ക് സമർപ്പിക്കുക. ചിലവർക്ക് അങ്ങനെ കുറ്റം പറയുക, അതുപോലെ മറ്റൊരാളെ കുറിച്ച് വേണ്ടാധീനം പറയുക. അപ്പോൾ അതൊക്കെ പറഞ്ഞോട്ടെ, നമ്മളങ്ങനെ കരുതിയാൽ മതി. കാരണം ഒരു ജോലിയും പണിയില്ലാത്ത കുറേ ആൾക്കാരിങ്ങനെ ഓരോരുത്തരെ കുറിച്ചിട്ട് പറഞ്ഞുണ്ടാക്കും. അങ്ങനെ ഇപ്പം ഞാനിത് പറയാൻ കാരണം, അങ്ങനെ ഒരു കൂട്ടർക്ക് അതൊരു വിഷമായി, അവരെ കുറിച്ചിട്ട് ഇല്ലാതെ അയൽവക്കക്കാരെ ഇല്ലാതെ വെറുതെ അനാവശ്യമായിട്ട് പറയാം. അത് അവരെ മാത്രമല്ല 2-3 പേരെ ഇതുപോലെ പറയാം. അപ്പോൾ ഒരു പണിയില്ലാത്തവരുണ്ടാവാം, അവർക്കിത് പറഞ്ഞാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ, അപവാദം പറഞ്ഞുണ്ടാക്കുക. അപ്പോൾ അവരുടെ നേച്ചർ അതാണ്. അപ്പോൾ അവർ ചിലപ്പോൾ അങ്ങനെയായിരിക്കാം വളരുന്നത്. അപ്പോൾ നമ്മളിത് പ്രതികാരം ചെയ്യണ്ട, നമ്മളെന്ത് ചെയ്യുക, ടീച്ചറിൽ വിട്ടുകൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞവര് സമാധാനമായിട്ട് ഉറങ്ങുന്നുണ്ടാവും. ഞാൻ 2 കൊടുത്തല്ലോ അവൾക്കെന്ന്. പക്ഷെ കേൾക്കുന്നവർക്കായിരിക്കും അത് മാനസികമായിട്ട്, നമ്മളങ്ങനെയൊന്നും ശീലിക്കാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ എന്നാലും കുറിച്ച് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് എപ്പോഴും മെൻ്റൽ ടെൻഷൻ വന്നുകൊണ്ടിരിക്കും, ഉറക്കമില്ലായ്മയൊക്കെ വരും. അപ്പോൾ പറയുന്നവർ പറഞ്ഞോട്ടെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു കൂട്ടരുടെ അനുഭവമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം ഈശ്വരനിൽ അർപ്പിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും അല്ലേ. നമുക്ക് ഈ പറയുന്നവരുടെ ഒരു മനുഷ്യന്റെ ക്യാരക്ടർ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. അവരുടെ ജീൻ അങ്ങനെ ഇരിക്കാം. അപ്പോൾ അവർക്ക് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടന്നാലേ അവർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മളായിട്ട് തിരുത്താൻ പറഞ്ഞാൽ ഒന്നും അവർ തിരുത്തില്ല. ഒരു മനുഷ്യന്റെ ക്യാരക്ടർ നമുക്ക് മാറ്റാൻ പറ്റില്ല. സ്വയം മാറാൻ സാധിച്ചാൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ചിലവർക്ക് ഇതൊരു ഹാപ്പിനെസ് ആണ്, മറ്റുള്ളവരെ കുറിച്ച് മോശം പറഞ്ഞാൽ ഒരു സമാധാനമായി, ഒരു സന്തോഷമായി അങ്ങനെ. അപ്പോൾ ഇത് വിഷമത്തോടു കൂടി ഉള്ള ഒരു കൂട്ടരുടെ സംസാരമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്.
അപ്പൊ അങ്ങനെയൊക്കെ മറ്റുള്ളവരെ മോശപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കാം കേട്ടോ. പിന്നെ നമുക്ക് സത്യം എന്നുള്ളത് നമുക്ക് തുറന്നു പറയാം, എവിടെയും പറയാം. അതിനാരുടെയും മുഖം നോക്കണ്ട. നമ്മൾ ചെയ്യുന്ന കാര്യം സത്യമാണ്, സത്യസന്ധതയുണ്ട്, നമ്മൾ പറയുന്നതിൽ വാസ്തവം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും തുറന്ന് പറയാൻ പറ്റും. അപ്പൊ ആ കാര്യം നമ്മൾ തുറന്നു പറയാം. അല്ലാതെ അത് മനസ്സിലിട്ട് നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ ടെൻഷൻ ആവും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലോ ആ ടെൻഷൻ മാറും കേട്ടോ. അപ്പൊ നമുക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും എന്ത് ചെയ്യാം, ഈശ്വരിൽ അർപ്പിക്കുക. സത്യമുള്ള കാര്യം ആണെങ്കിൽ, മോശമായിട്ട് പറയുകയാണെങ്കിൽ അത് അപ്പം തന്നെ നമുക്ക് പറയാം, ഇത് ഇന്നതാണ്, അതിൽ വാസ്തവം ഇതാണ്, അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാം. അതിനൊന്നും തെറ്റില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടെന്നാലാണ് ഈ പറഞ്ഞവർക്ക് സമാധാനമുണ്ട്, അവർ കിടന്നുറങ്ങും, കാരണം അവരുടെ നേച്ചർ അങ്ങനെ. പക്ഷെ കേൾക്കുന്നവർക്ക് വിഷമം എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിഷമമുള്ളവർക്കായിരിക്കും എന്ത് പറ്റുക, ഇതുപോലെ ടെൻഷൻ വരുമ്പോ മുടി കൊഴിച്ചിലുണ്ടാവാം കേട്ടോ. മുടി ധാരാളമായിട്ട് വിടും. അപ്പൊ നമുക്ക് ഈ മുടി കൊഴിച്ചിലിന് പ്രധാന കാരണം മെന്റൽ ടെൻഷനാണ്. മാനസികമായിട്ടുള്ള ടെൻഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മുടി കൊഴിച്ചിലും ധാരാളമായിട്ടുണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ ടെൻഷൻ ഒരാവശ്യമില്ല, അതിൻ്റെ ബ്ലഡ് ചൂടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യുക, മുടി കൊഴിഞ്ഞു പോകും. അപ്പോൾ നഷ്ടം നമുക്ക് മാത്രം. നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും നമ്മൾ നാമം ജപിക്കുക. മറ്റുള്ള ആൾക്കാരാണെങ്കിൽ എന്താണോ പ്രാർത്ഥന അല്ലേ, ഇസ്ലാം മതക്കാർ അവരുടെ പ്രാർത്ഥന, ക്രിസ്ത്യൻസ് അല്ലേ, ക്രൈസ്തവർ അവരുടെ പ്രാർത്ഥന, ഹിന്ദുക്കൾ അവരുടെ പ്രാർത്ഥന, ഇത് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് സത്യമുള്ളതേ നമ്മൾ ചെയ്യാവൂ. ഒരിക്കലും മറ്റൊരാളെ തട്ടിക്കണം വെട്ടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ നമുക്ക് ഭാവിയിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന് ദോഷം വരും. അപ്പോൾ ഒരിക്കലും നമ്മൾ മുഖാന്തരം ഒരു മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ പെരുമാറുക, നമ്മളങ്ങനെ സംസാരിക്കുക. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഒരു വട്ടം ആലോചിച്ചിട്ട് പറയുക, അവർക്ക് വിഷമമാവോ. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സത്യമുള്ള കാര്യമാണ്, അവർ പറയുന്നത് നുണയാണെങ്കിൽ നമുക്കതിനെ പറഞ്ഞ് മനസ്സിലാക്കാം, അത് ഇന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്നും കൊണ്ട് വിഷമിക്കണ്ട. അപ്പോൾ എപ്പോഴും നഷ്ടം നമുക്കേ ഉണ്ടാവുള്ളൂ, എപ്പോഴും നഷ്ടം നമുക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും സൽബുദ്ധി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ. ലോകം നന്നായ എല്ലാം നന്നായി അല്ലേ. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക. മെൻ്റൽ ടെൻഷൻ വരുമ്പോൾ ഭഗവാനിലേക്ക് അർപ്പിക്കുക. അപ്പോൾ ഭഗവാൻ എല്ലാം മാറ്റി തന്നേക്കും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നവർക്ക് സൽബുദ്ധി കൊടുത്തേക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്, ഒരു ജോലിയും പണിയില്ലാതെ മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് നോക്കാനുള്ള ആ ഒരു ഏതാണ് തീവ്രമായ ഒരു ഇത്, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു, അവരങ്ങനെ പോകണം, അവരിങ്ങനെ പോകണം, ഇങ്ങനെ ഒരു പണിയില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ സമയത്ത് ഈശ്വരനിലേക്ക് അർപ്പിക്കാം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് അവരെ തിരുത്താൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളെ കണ്ട് ഈ നല്ല സന്തോഷമൊക്കെ പറയുന്നവരായിരിക്കും അപ്പുറത്ത് നിന്ന് ഇതേ ക്യാരക്ടറാണ് കേട്ടോ. ഈ പറഞ്ഞവർക്ക് ഇതേ ക്യാരക്ടറാണ് പറയുന്നത്. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര പുന്നാരം ഇതാണ്, പക്ഷേ അപ്പുറത്ത് നിന്ന് വിടും. അത് നമുക്ക് തിരുത്താൻ പറ്റില്ല. നമ്മളെപ്പോഴും നന്മയിലൂടെ പോവുക, നന്മ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ നന്മയുള്ളിടത്ത് ഈശ്വരൻ അനുഗ്രഹിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മളുടെ കാര്യം നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അത് സത്യസന്ധതയോടുകൂടി ചെയ്യാം. മറ്റുള്ളവർക്ക് ദോഷം വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ മെൻ്റൽ ടെൻഷൻ എന്താണ്, മുടി കൊഴിച്ചിലിന് കാരണമാകും കേട്ടോ. പ്രഷർ കൂടും, ഉറക്കമില്ലായ്മ വരും, അത് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക, ഭഗവാനിലേക്ക് എല്ലാം അർപ്പിക്കുക. ഏതാണോ നിങ്ങൾക്ക് വിശ്വാസമുള്ളത് അവിടേക്ക് അർപ്പിക്കുക. അപ്പോൾ എല്ലാം സ്മൂത്തായിട്ട് പോകണമെങ്കിൽ, നമുക്ക് സന്തോഷവും സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും ഈശ്വരനെ പ്രാർത്ഥിക്കാം കേട്ടോ. ഏത് ചെയ്യുമ്പോഴും ഈശ്വരനിലേക്ക് അർപ്പിക്കാം. എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് അവസരം കിട്ടും, അതിനെ തിരുത്താനായിട്ടുള്ള അവസരം കിട്ടുമ്പോൾ നമ്മൾ തിരുത്തും. എപ്പോഴും അങ്ങനെയാണ്, നമുക്ക് അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ തിരുത്താം കേട്ടോ. അപ്പോൾ സത്യം എന്താണോ അവിടെ ജയം ഉണ്ടാവുള്ളൂ കേട്ടോ. എപ്പോഴും അത് വിചാരിക്കാം.
നമുക്ക് എല്ലാ മനുഷ്യരും എല്ലാ ദിവസവും ഒരുപോലെ നമുക്ക് സന്തോഷിക്കണം എന്നില്ല, വിഷമങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. എല്ലാം ഭഗവാനിലേക്ക് അർപ്പിച്ചാൽ ഭഗവാൻ എല്ലാം നോക്കിക്കോളും, എല്ലാം ശരിയായിക്കോളും എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ടെൻഷൻ പിടിച്ചിരിക്കുമ്പോൾ നമ്മളുടെ മുടിയാണ് ഊരിപ്പോണം, നമുക്കാണ് നഷ്ടം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് ഇപ്പോൾ മെൻ്റൽ ടെൻഷൻ ഒന്നാമതാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ പറയാൻ കാരണം കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം, മറ്റുള്ളവരുടെ ദുഃഖം കേട്ട് സന്തോഷിക്കുന്നവരുണ്ടാവാം, മറ്റുള്ളവർക്ക് നാശം വരുന്നത് നോക്കി സന്തോഷിക്കുക. അപ്പോൾ അതിലൊന്നും നമ്മൾ ചെവി കൊടുക്കേണ്ട. നമ്മൾ നമ്മളുടെ ഈശ്വരനായിട്ട് മുന്നോട്ട് പോവുക. നമ്മളുടെ കൂടെ ഈശ്വരനുണ്ട്. നമ്മൾ നന്മ ചെയ്താൽ എപ്പോഴും നമുക്ക് നല്ലതേ വരുള്ളൂ. അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. അതുപോലെ ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് കേട്ടോ. പറയേണ്ടടുത്ത് നമുക്ക് പറയാം, നമുക്ക് സത്യം എന്നുള്ളിടത്ത് നമുക്ക് തിരുത്താം. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് കൂടുതൽ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി വെറുതെ നമ്മൾ നശിപ്പിക്കരുത്. ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായി, കേൾക്കണം നമുക്കാണ് പ്രയാസം. അപ്പം നമ്മൾ വേണം ശ്രദ്ധിക്കാനായിട്ട്. നമ്മൾ ഇതുപോലെ നമ്മുടെ കാര്യം ഭംഗിയായിട്ട് മുന്നോട്ട് പോവുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പേസ്റ്റ്. ആ പേസ്റ്റ് നമുക്ക് നമ്മുടെ വർക്കിലേക്ക് പോകാം. ഇങ്ങനെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇതുപോലെ തലോട്ടിലൊക്കെ നല്ലോണം തേച്ച് കൊടുക്കാം കേട്ടോ. തലോട്ടിൽ തേച്ച് കൊടുത്ത് മുടിയിലും കണ്ടോ എല്ലാം ഇവിടെയൊക്കെ തേച്ച് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല കൂളിംഗ് ആണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് കൊടുക്കാം, ബാക്കിലൊക്കെ തേക്കാം. ഇതിപ്പം എണീറ്റ് നിന്നാലേ എനിക്ക് തേക്കാൻ പറ്റുള്ളൂ ശരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും നല്ലതായി ചിന്തിക്കാം അല്ലോ. എല്ലാത്തിനും നല്ലതായി ചിന്തിക്കാം. എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്കൊരു സന്തോഷം കൊടുക്കാൻ പെരുമാറാം അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ ഈശ്വരനോട് അടുത്തവർക്ക് മാത്രമേ എപ്പോഴും നന്മ ചെയ്യാനും നല്ലത് പറയാനും സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളത് മനസ്സിലാക്കാം കേട്ടോ. അപ്പം ഈ പറഞ്ഞ വണ്ണം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുക, മുടി നന്നായിട്ട് നോക്കുക, മുടി വിടുത്തുക, വൈകുന്നേരങ്ങളിൽ മുടി പിന്നിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. വേറൊരു സ്ഥലത്തേക്കും ചെയ്തു കൊടുക്കണ്ട. അപ്പോൾ അവർക്ക് നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം, സൽബുദ്ധി വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അതൊക്കെ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞവണ്ണം ഈ പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തേച്ച് നമുക്ക് നമ്മുടെ മുടിയൊക്കെ ഭംഗിയായി മുന്നോട്ട് പോകാനായിട്ടുള്ള ശ്രദ്ധ കൊടുക്കാം കേട്ടോ. നമുക്ക് എല്ലാവരെയും ഒന്നും തിരുത്താൻ പറ്റില്ല, എന്നാലും ഭഗവാൻ തിരുത്തട്ടെ ഓരോരുത്തരെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല വരട്ടെ. നാളെ ഒരു അടുത്ത വീഡിയോയുമായിട്ട് കാണാം.